വിശദമായ വാർത്തകളിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിൽ കയറാൻ ബോംബ് ഭീഷണി മുഴക്കിയ യാത്രക്കാരൻ അറസ്റ്റിൽ. പഞ്ചാബ് സ്വദേശി ജയ്സിംഗ് റാത്തോഡിനെയാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. രാജധാനി എക്സ്പ്രസിൽ എറണാകുളത്ത് നിന്നും ഡൽഹിയിലേക്ക് ടിക്കറ്റ് എടുത്ത ജയ്സിംഗ് റാത്തോഡ് എറണാകുളം സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും ട്രെയിൻ പുറപ്പെട്ടു. ട്രെയിൻ നിർത്തുന്നതിന് വേണ്ടി രാജധാനിയിൽ ബോംബുണ്ടെന്ന് റെയിൽവേ കൺട്രോൾ റൂമിലേക്ക് ഇയാൾ വിളിച്ചു പറഞ്ഞു. രാത്രി 12:45 ഷൊർണൂരിലെത്തിയ ട്രെയിനിൽ ബോംബ് സ്ക്വാഡ് പരിശോധന തുടങ്ങി. ട്രെയിനിൽ കയറിയ യാത്രക്കാരുടെ വിവരങ്ങൾ നൽകാൻ റെയിൽവേ പോലീസ് TTRനോട് ആവശ്യപ്പെട്ടു. ഈ പരിശോധനയിലാണ് ബോംബ് ഭീഷണി മുഴക്കിയ ആളെ കണ്ടെത്തുന്നത്. ചെക്കിങ് തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം അന്വേഷിച്ച ഈ നമ്പർ, ആ ഫോൺ നമ്പർ ട്രേസ് ചെയ്യുന്നു. അപ്പോൾ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ആ ഫോൺ നമ്പർ ആരുടേതാണെന്ന് ട്രൂ കോളറിൽ അടിച്ചു നോക്കിയപ്പോൾ ഒരു ജയ്സിംഗ് റാവത്തർ എന്ന് പറഞ്ഞ ആളുടെ നമ്പറാണ് ട്രൂ കോളറിൽ തെളിഞ്ഞത്. അടുത്തതായി നമ്മൾ TTRനോട് ഈ നമ്പർ ഈ പേരിലുള്ള ആരെങ്കിലും വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ B10 63-ാം സീറ്റിൽ എറണാകുളത്ത് നിന്ന് ഡൽഹിക്ക് ബുക്ക് ചെയ്ത ഒരാൾ ജയ്സിംഗ് എന്നുള്ള പേരാണ് മനസ്സിലായത്. അതിനിവിടെ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ B10 കോച്ചിലേക്ക് ജയ്സിംഗ് റാവത്തർ വന്നു കയറി. ആളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ടിയാൻ തന്നെയാണ് ഇതിനെല്ലാ സൂത്രധാരനെന്നും അയാൾ തന്നെയാണ് ഫോൺ ചെയ്യുന്നത്. ആ ഫോൺ നമ്പറും ഫോണും അയാൾ നിന്ന് കണ്ടെടുക്കുന്നു. ബോംബ് ഭീഷണി വിളിച്ചു പറഞ്ഞ ശേഷം ഇയാൾ അടുത്ത ട്രെയിനിൽ കയറി തൃശൂരിൽ ഇറങ്ങി. ഇവിടെ നിന്നും ഓട്ടോറിക്ഷയിൽ ഷൊർണൂരിൽ എത്തുകയായിരുന്നു. ആദ്യം തന്റെ അളിയനാണ് ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതെന്നാണ് ഇയാൾ പറഞ്ഞത്. പോലീസ് ബാഗ് പരിശോധിച്ചപ്പോൾ രണ്ടാമത്തെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടെത്തി. മാർബിൾ വ്യാപാരിയായ ജയ്സിംഗ് ബിസിനസ് ആവശ്യത്തിനായാണ് എറണാകുളത്ത് വന്നത്. വ്യാജ ഭീഷണി സന്ദേശം മൂലം 3 മണിക്കൂറാണ് ട്രെയിൻ വൈകിയത്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് റെയിൽവേ പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വൻ സ്പിരിറ്റ് വേട്ട. കനാൽ പാലത്തിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്പിരിറ്റ്. 35 ലിറ്ററിന്റെ 7ഉം 8ഉം കന്നാസുകളിലായി 525 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത്. കനാൽ വൃത്തിയാക്കുന്നതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് സ്പിരിറ്റ് കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പാലക്കാട് കൊപ്പത്ത് വൻ നിരോധിത പുകയില വേട്ട. 75 ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചത്. സംഭവത്തിൽ മലപ്പുറം പോത്തുകല്ല് സ്വദേശി ഷമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് വിൽപ്പന നടത്താൻ കൊണ്ടുപോകുകയായിരുന്നു ഇവ. അരിയുമായി പോയ വാഹനത്തിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു. ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ശ്രീ വിശ്വനാഥ് IPS അവർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ നാർക്കോട്ടിക് ടീമും അതുപോലെ തന്നെ കൊപ്പം പോലീസും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനക്കിടയിലാണ് ഇത്ര വലിയായിട്ടുള്ളൊരു ലഹരി വസ്തുക്കളെ പിടികൂടുന്നത്. ഇതിൽ മൊത്തം 1,53,563 പാക്കാണ് ലഹരി വസ്തുക്കൾ ഉള്ളത്. അതിൽ കൂളിപ്പ് നിറഞ്ഞ ലഹരി വസ്തുക്കൾ ഏകദേശം 44,064 പാക്കും, അതുപോലെ തന്നെ ഹാൻസ് 1,09,500 പാക്കും ഹാൻസ് ഉണ്ട്. ഇടുക്കിയിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. ശാന്തൻപാറ ചുണ്ടലിൽ വീടും കൃഷിയിടവും ആന തകർത്തു. ഒരു വശത്തെ ഭിത്തിയും വാതിലുമാണ് ആന തകർത്തത്. താൽക്കാലിക ഷെഡും നശിപ്പിച്ചു. ഏലത്തോട്ടത്തിലും നാശനഷ്ടങ്ങൾ വരുത്തി. പുലർച്ചെ വരെ മേഖലയിൽ നിലയുറപ്പിച്ച ശേഷമാണ് ആന മടങ്ങിയത്. ആഴ്ചകൾക്കിടെ ശാന്തൻപാറ ചിന്നക്കലാൽ പഞ്ചായത്തുകളിലായി നിരവധി വീടുകളാണ് അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ തകർന്നത്. കുടിക്കാൻ തുള്ളി കിട്ടാതെ കൊച്ചി. ശുദ്ധജലക്ഷാമം രൂക്ഷമായ പശ്ചിമ കൊച്ചിയിൽ ടാങ്കറുകളിൽ വിതരണം ചെയ്യുന്നത് മലിനജലമെന്ന് പരാതി. ശുദ്ധജലമാണ് വിതരണം ചെയ്യുന്നതെന്ന് കൊച്ചി MLA അടക്കം ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴാണ് ഇത്. ടാങ്കർ ലോറികളിൽ എത്തുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നില്ല എന്നും പരാതിയുണ്ട്. ഈ ടാങ്കർ ലോറിയിൽ വരുന്ന വെള്ളം മോശമാണെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. കാരണം ടാങ്കർ ലോറിയിൽ വരുന്ന വെള്ളം വാർത്തതോട്ടിൽ എടുക്കുന്ന വെള്ളം മാത്രമാണ്, പുറമെ നിന്ന് വെള്ളം എടുക്കാറില്ല. MLAയുടെ അവകാശവാദങ്ങൾക്കിടെ പശ്ചിമകൊച്ചിയുടെ വിവിധ മേഖലകളിൽ വിതരണം ചെയ്ത കുടിവെള്ളത്തിന്റെ നിറമാണിത്. നിറം മാത്രമല്ല, കടുത്ത ദുർഗന്ധവുമുണ്ട്. എന്നാൽ എല്ലായിടത്തും വിതരണം ചെയ്യുന്നത് ഈ നിലവാരത്തിലുള്ളതാണെന്ന് പറയുന്നില്ല.
ശുദ്ധജലക്ഷാമം രൂക്ഷമായതോടെ യാതൊരു ഗുണമേന്മയും നോക്കാതെയാണ് ടാങ്കറുകളിൽ വെള്ളം നിറയ്ക്കുന്നതും അവ വീടുകളിലേക്ക് എത്തിക്കുന്നതും. ഇന്ന് രാവിലെ ഈ പ്രദേശത്ത് 3 കളറിലെ വെള്ളം വന്ന. ആദ്യം വന്ന പാൽ കളറിലെ വെള്ളമാണ്, പിന്നെ വന്നതൊരു കൽപ്പൊടി കളറിലെ വെള്ളം, പിന്നെ വന്നേക്കണ ഒരു കറുത്ത കളറിലെ വെള്ളം. ഇത്രയും വീട്ടമ്മമാർ റോഡിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് വീട്ടിൽ വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ റോഡിൽ വെറുതെ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കും. ഇവർക്ക് എന്താണ് ഈ MLA-നോടുള്ള പ്രശ്നം? വീടുകളിൽ എത്തിച്ച വെള്ളം പലർക്കും ഉപയോഗിക്കാനായില്ല. വീടുകളുടെ ടാങ്കുകളിൽ വെള്ളം നിറച്ചവർക്ക് ഒടുവിൽ ടാങ്ക് കഴുകാൻ വേറെ വെള്ളം അന്വേഷിക്കേണ്ട ഗതികേടായി. ഇപ്പൊ 3ാമത്തെ ട്രിപ്പാണ് എന്റെ ടാങ്ക് ക്ലീൻ ചെയ്യണത് ഞാൻ. ഭയങ്കര മണമാണ് വെള്ളത്തിന്. കുടിക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല, ഒരു സംഗതിക്കും പറ്റില്ല. വെറുതെ വെള്ളം അടിച്ചു കളയാന്നേ പറ്റുള്ളൂ, അല്ല വേറെ യാതൊരു ഇതൊന്നും തന്നെ ഇല്ല തന്നെ. പശ്ചിമ കൊച്ചി മേഖലയിൽ പലയിടത്തും ടാങ്കറുകളിലെത്തുന്ന കുടിവെള്ളം ഉപയോഗിച്ചവർക്ക് ജലജന്യ രോഗങ്ങൾ ബാധിച്ചതായും റിപ്പോർട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ദാഹമകറ്റാനും പാചകത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും ഉൾപ്പെടെ പണം കൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് വർഷങ്ങളായി വിഴിഞ്ഞത്തെ ജനങ്ങൾ. വേനൽ കൂടി കടുക്കുന്നതോടെ കൂടുതൽ ദുസ്സഹമാക്കുകയാണ് ഇവരുടെ ജീവിതം. ശുദ്ധജലം എത്തിക്കുന്നതിൽ അധികൃതർ കാട്ടുന്ന അലംഭാവം മുതലെടുത്ത് ഒരു കുടം വെള്ളത്തിന് 10 രൂപ നിരക്കിലാണ് സ്വകാര്യ ടാങ്കറുകൾ വെള്ളം എത്തിക്കുന്നത്. പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ അവരയക്കണം, വെള്ളം പിടിക്കാതിരിക്കുമ്പോൾ ഇവിടെ കുടങ്ങളെല്ലാം വരി പിടിച്ച് അടിയും തർക്കങ്ങളിലേ കിടക്കുന്നു. ഞങ്ങൾ കുടിവെള്ളം വേണ്ടേ? അപ്പം അതുകൊണ്ട് ഈ കഷ്ടപ്പാടോട്ട് ഞങ്ങൾ ആരെയില്ലെങ്കിലും ഞങ്ങൾ കുടിക്കാൻ ജലം എടുക്കണം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുടിക്കാൻ വെള്ളം വേണം. വരണ വോട്ടിട്ട് രയിച്ച് വരുന്ന മന്ത്രിമാരെല്ലാം പറയുന്നത് കുടിവെള്ളത്തിന് വേണ്ടി അറിയുന്നു. ഞങ്ങൾക്ക് ഇതുവരെയും കുടിവെള്ളം കിട്ടിയിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ ഉടനെ വെള്ളം വിടും. ആ 2 ദിവസം കഴിഞ്ഞ് നിന്നാൽ പിന്നീട് വീണ്ടും 3-4 ആഴ്ച വരെ വെള്ളമില്ല. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പരാതി കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതേപോലെ 2 ദിവസം 1 ദിവസം വെള്ളം വിടും. തിരുവനന്തപുരം വിഴിഞ്ഞം കോട്ടപ്പുറത്തെ ടാപ്പുകൾ തുറന്നാൽ ഇതാണ് അവസ്ഥ. കഴിഞ്ഞ 1 മാസമായി ഇവിടെ കുടിവെള്ളമില്ല. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടെ വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. വർഷങ്ങളായി കുടിവെള്ളത്തിന് സ്വകാര്യ ടാങ്കറുകളെ ആശ്രയിക്കേണ്ട അവസ്ഥ. ഒരു കുടം വെള്ളത്തിന് 10 രൂപ. തുച്ഛ വരുമാനത്തിൽ കഴിയുന്ന ഇത്തരം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ സ്വകാര്യ ലോറികളിലെത്തുന്ന കുടിവെള്ളം വാങ്ങാൻ ദിവസവും പണം കണ്ടെത്തണം. പൈസ കൊടുത്ത് 10 രൂപ, 8 രൂപ, 7 രൂപ കുടം കണ്ടതുപോലെയൊക്കെ എടുക്കും. പിന്നെ വരി പിടിച്ച തല വരെ ഇവിടെ വരെ നിൽക്കും. വരി പിടിച്ച് കുടങ്ങളെ ഇട്ടിട്ട് പിന്നെ മക്കളെ വിടാൻ ജോലി ചെയ്യാൻ ഇതും കളിയുന്നില്ല. വെള്ളമെന്ന് 2 ആഴ്ചയിൽ തന്നെ കിട്ടുന്നത്. കുടിവെള്ളം കിട്ടണം. ഈ കുടിവെള്ളം ഞാൻ വാങ്ങിക്കുന്നത് 7 രൂപ, ചെറിയ കുടത്തിന് 7 രൂപ, വലിയ കുടത്തിന് 8 രൂപ. ഇതനുസരിച്ചാണ് ഞങ്ങൾ എപ്പോഴും 7-8 കുട വെള്ളം ഒരാഴ്ചയ്ക്ക് ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. അതിന് ഞങ്ങൾ കുടിവെള്ളം നല്ല വെള്ളം തരണം. ഇപ്പൊ 10 രൂപയായി, വെള്ളം കിട്ടുന്നില്ല. 10 രൂപ കൊടുത്താലും വെള്ളം കിട്ടുന്നില്ല. അതിനുള്ള വരുമാനവും ഇല്ല ഞങ്ങൾക്ക്. വെള്ളത്തിന് വരെ നമ്മൾ പറ്റുവരവിലാണ് വെള്ളം എടുക്കുന്നത്. അവർ വരുമ്പോഴത്തേക്ക് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞാണ് അവരുടെ പൈസയൊക്കെ കൊടുക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കോട്ടപ്പുറം, പള്ളിത്തുറ, മതിപ്പുറം, പട്ടാണി കോളനി, വലിയ പറമ്പ് പ്രദേശങ്ങളിലാണ് ജനം കുടത്തിലെ വെള്ളം വില കൊടുത്ത് വാങ്ങുന്നത്. കോർപ്പറേഷന്റെ 843 പൈപ്പ് കണക്ഷനുകൾ ഉണ്ടെങ്കിലും ശുദ്ധവെള്ളം കിട്ടിയിട്ട് നാളുകൾ ഏറെയായി. ഓരോ മാസവും കോർപ്പറേഷന് പണം കൊടുത്താണ് ഇത്തരം കണക്ഷനുകൾ ഈ തീരദേശവാസികൾ എടുത്തിട്ടുള്ളത്. എന്നിട്ടും വർഷങ്ങളായി തുടരുന്ന ഈ ഒരു ദുരവസ്ഥ അധികൃതർ കാണാത്തത് കൊണ്ടല്ല, കണ്ടില്ലെന്നടിക്കുകയാണ്. ക്യാമറാമാൻ ബിബിൻ മുരളിക്കൊപ്പം നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിലെ കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പ്രത്യേക പദ്ധതിയെന്ന് ഫോർട്ട് കൊച്ചി RDO പി വിഷ്ണുരാജ്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കൺട്രോൾ റൂം തുറക്കും. കുടിവെള്ള വിതരണത്തിന് 4 വലിയ ടാങ്കറുകൾ സജ്ജമാക്കി. 12 ചെറു ടാങ്കറുകളിലായി വെള്ളമെത്തിച്ചു നൽകുമെന്നും RDO പറഞ്ഞു. നമ്മളിപ്പോൾ നിലവിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത് തൈക്കാട്ടുശ്ശേരി ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ വെള്ളം കൊച്ചി മേഖലയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ കൊച്ചിയുടെ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള വെയിറ്റിംഗ് ഇല്ലാതെ തൈക്കാട്ടുശ്ശേരിയിൽ നിന്ന് വെള്ളം നിറയ്ക്കാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം ആലുവയിൽ നിന്ന് കൊണ്ടുവരുന്നത് ഒരുപാട് ടൈം എടുക്കാമെന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ട്രാഫിക് പോലുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് തൈക്കാട്ടുശ്ശേരിയിൽ നിന്ന് വരുന്ന സമയത്ത് ആ ഒരു തൊപ്പമ്പടി പാലത്തിന് ആശ്രയിക്കേണ്ടി വരുന്നില്ല, മറ്റൊരു റൂട്ടിൽ കൂടിയാണ് വരുന്നത്. ഇനി തൊപ്പമ്പടി പാലത്തിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ റിക്വസ്റ്റ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ആ കാര്യങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ ഈ ഒരു ടാങ്കർ മൂവ്മെൻറ്റിനെ ബാധിക്കാത്ത രീതിയിലാണ്. അതുകൊണ്ടാണ് കൺട്രോൾ റൂം എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിയതും. കൺട്രോൾ റൂമിൽ ട്രാഫിക് അടക്കം കൺട്രോൾ ചെയ്യുന്ന പോലീസിൻ്റെയും ഇപ്പോൾ MVD ആണെങ്കിലും പോലീസിൻ്റെ അടക്കം സംവിധാനങ്ങൾ നമ്മൾ കൺട്രോൾ റൂമിലുണ്ട്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്, വലിയ ടാങ്കറിൻ്റെ മൂവ്മെൻറ്റ് നിറയ്ക്കുന്നിടത്ത് മുതൽ ഇവിടെ വരുന്ന
ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ വരെ മോണിറ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു തൃശൂരിൽ ഇനി കാഴ്ചാ പരിമിതിയുള്ളവർക്കും ധൈര്യമായി റോഡ് മുറിച്ചു കടക്കാം. കേൾവിശക്തിയും കാഴ്ചാ പരിമിതിയുമുള്ളവർക്ക് ട്രാഫിക് സിഗ്നലുകൾ തൊട്ട് മനസ്സിലാക്കാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഈ നഗരം. ബഡി സീബ്ര എന്ന് പേര് നൽകിയിട്ടുള്ള ഉപകരണം രാജ്യത്ത് തന്നെ ആദ്യമായി തൃശൂരിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. കാഴ്ചയില്ലാത്തവർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സംവിധാനം എന്ന നിർദ്ദേശം സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനാണ് മുന്നോട്ട് വച്ചത്. ട്രാഫിക് SI ബിനൻ ഇതിനായി ഒരു ആശയം രൂപപ്പെടുത്തി. പോലീസ് അക്കാദമിയിലെ SI ബോബി ചാണ്ടി ഈ സംവിധാനം നിർമ്മിച്ചെടുത്തതോടെ കാഴ്ചയില്ലാത്തവർക്കും ബധിരർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രാജ്യത്തെ ആദ്യത്തെ ട്രാഫിക് സിസ്റ്റം തൃശൂർ നായ്ക്കനാലിൽ സ്ഥാപിക്കപ്പെട്ടു. നിലവിലെ ട്രാഫിക് സിഗ്നൽ സംവിധാനവുമായാണ് ഈ ഉപകരണം ബന്ധിപ്പിച്ചിട്ടുള്ളത്. മുകൾ ഭാഗത്ത് പ്രത്യേകം ഘടിപ്പിച്ച ഡോം ഭാഗം സിഗ്നലിൽ ചുവപ്പ് തെളിയുമ്പോൾ കറങ്ങുകയും പ്രത്യേക ശബ്ദമുണ്ടാക്കുകയും ചെയ്യും. ഇതിൽ സ്പർശിക്കുന്ന കാഴ്ച പരിമിതിയുള്ളവർക്ക് ഡോം കറങ്ങുന്നത് നിലയ്ക്കുമ്പോൾ റോഡ് മുറിച്ചു കടക്കാനുള്ള സമയം കൃത്യമായി മനസ്സിലാക്കാനുമാകും. കൂടാതെ ഉപകരണം പുറപ്പെടുവിക്കുന്ന പ്രത്യേക ശബ്ദവും റോഡ് സുരക്ഷിതമായി മുറിച്ചു കടക്കാൻ സഹായിക്കും. പെഡസ്ട്രിയൻ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ സീബ്ര ലൈൻ ക്രോസിങ്ങിന് വേണ്ടി ജനങ്ങളെ ഒന്നും കൂടി ഒന്ന് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണ്. ഇതിൽ പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒന്ന് കാഴ്ചയായിട്ടും, ഒന്ന് കേൾവിയായിട്ടും, പിന്നെ സ്പർശനമായിട്ടും. കാഴ്ച എന്ന് ഉദ്ദേശിക്കുന്നത് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ക്രോസ് ചെയ്യേണ്ട സമയമാകുമ്പോൾ അതിൽ നമ്മൾ സീബ്ര ലൈൻ ക്രോസിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ചെയ്ത് കത്തിക്കൊണ്ടിരിക്കും. കൂടാതെ ശബ്ദത്തിന് വേണ്ടി ഒരു അലാറമുണ്ട്. നിലവിലിവിടെ എവിടെയും നമ്മൾ സീബ്ര ലൈൻ ക്രോസിങ്ങിന് അലാമൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിനോടൊപ്പം ഒരു വിസിലിംഗ് സൗണ്ട്, നല്ലൊരു ലൗഡായിട്ടുള്ള അലാം സിസ്റ്റം ഉണ്ട്. അത് ഉദ്ദേശിക്കുന്നത് വാഹനങ്ങൾക്കും അതിനൊരു ഇതാണ്, ഒരു അലാം കേൾക്കുന്നു, അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട്, അപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഇത് കൂടെ ഉദ്ദേശിച്ചിട്ടാണ് അലാം കൂടെ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കാനുള്ള സംവിധാനങ്ങളും ഇതിനോടൊപ്പം ജംഗ്ഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അപ്പം നമ്മൾ ഈ റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ് കെട്ടതിന് ശേഷം 3 സെക്കൻഡ് മഞ്ഞ ലൈറ്റ് കത്തും. റെഡ് ലൈറ്റ് വരുന്നു എന്നുള്ളൊരു സൂചന കൂടിയാണ് അതിന് കൊടുക്കുന്നത്. പക്ഷേ ആരും അത് വെയിറ്റ് ചെയ്യുന്നത് കുറച്ച് നേരം ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഒരുപാട് മാറ്റങ്ങൾ ഈ ഈ ഡിവൈസ് സ്ഥാപിച്ചതിന് ശേഷം ഈ 2 ദിവസമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നിലവിൽ 4 ഉപകരണങ്ങളാണ് നായ്ക്കനാൽ ജംഗ്ഷനിൽ മാത്രം ഘടിപ്പിച്ചിട്ടുള്ളത്. ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതുൾപ്പെടെ 60,000 രൂപയാണ് പദ്ധതിക്ക് ചെലവ് വന്നിട്ടുള്ളത്. തൃശൂർ നഗരത്തിലെ തിരക്കേറിയ റോഡുകളിൽ ഈ സംവിധാനം ഒരുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ് മറ്റ് ജില്ലകളിലേക്കും ഈ നൂതന ആശയം ഉടൻ എത്തുമെന്നും അധികൃതർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് 18 തൃശൂർ. ഉത്രാളിക്കാവ് പൂരം കുമാരനെല്ലൂർ ദേശത്തിന്റെ പൂരനിലാവ് വേദിയിൽ തെയ്യാട്ടം നടന്നു. തെയ്യത്തിന്റെ സൗന്ദര്യം കാണാൻ ആദ്യ ദിവസം ആയിരങ്ങളെത്തി. ഒന്നാമതായി കെട്ടിയാടിയത് ചുടല ഭദ്രകാളി തെയ്യമായിരുന്നു. തുടർന്ന് രക്തചാമുണ്ടി തെയ്യമെത്തി. ഇന്ന് പൊട്ടൻ തെയ്യവും രക്തേശ്വരി തെയ്യവുമാണ്. കണ്ണൂർ കാങ്കോൾ തറവാട്ടിലെ കുഞ്ഞിരാമ പണിക്കരുടെ നേതൃത്വത്തിൽ രാമകൃഷ്ണ പണിക്കർ, സന്തോഷ് പണിക്കർ, വാവ പണിക്കർ എന്നിവരടങ്ങുന്ന 20 പേരാണ് കളിയാട്ടത്തിന് നേതൃത്വം വഹിക്കുന്നത്. തിരുവനന്തപുരം വിതിരിലെ മണി തൂക്കി ഊരിന് ഒപ്പം പദ്ധതി ഒരുക്കി കേരള സർവകലാശാല. 6 മാസം നീണ്ടു നിൽക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. വിതുര മണിതൂക്കിയൂരിലെ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഒപ്പം. കേരള സർവകലാശാലയിലെ സോഷ്യോളജി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിതുര ഗ്രാമപഞ്ചായത്തും നെഹ്റു യുവകേന്ദ്ര തിരുവനന്തപുരം യൂണിറ്റും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഇവിടെയുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ 12 മാസം നിങ്ങൾ കഴിയുമ്പോൾ ഇവിടുന്ന് എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും? വെറുതെ കാശ് ചിലവാക്കുക അല്ലേ? വെറുതെ ഫണ്ട് ചെലവഴിക്കില്ല, അതിൻ്റെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ റിസൾട്ട് എന്ത് റിസൾട്ടാണ് നമ്മൾ ഈ ഒരു വർഷക്കാലത്തെ ഇവിടുത്തെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. വിതുര മണിതൂക്കി വാർഡ് സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന പരിപാടി അരുവിക്കര MLA G. സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. 6 മാസം നീണ്ടു നിൽക്കുന്ന പദ്ധതിയിലൂടെ കേരള യൂണിവേഴ്സിറ്റി മണിതൂക്കി ഊരംഗങ്ങൾക്ക് അവബോധ ക്ലാസുകൾ, നൈപുണ്യ വികസന ശില്പശാലകൾ, സ്റ്റാർട്ടപ്പ് അവസരങ്ങൾ, മാർക്കറ്റിംഗ് അവസരങ്ങൾ തുടങ്ങിയവയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം മണിമലയിൽ വീടിന് തീപിടിച്ച് വീട്ടമ്മ മരിച്ചു. പാറവെളിൽ രാജമാണ് മരിച്ചത്. ഭർത്താവും മകനും പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.
ഹോളി മാഗി ഫെറോന പള്ളിക്ക് സമീപം ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. വീടിന്റെ താഴത്തെ നിലയിലാണ് തീപിടിച്ചത്. മുകൾ നിലയിലുണ്ടായിരുന്ന വിനീഷിന്റെ ഭാര്യയും 2 മക്കളും രക്ഷപ്പെട്ടു. കോഴിക്കോട് നാദാപുരത്ത് സുഭിക്ഷ ഹോട്ടൽ പ്രവർത്തനം തുടങ്ങി. വിശപ്പ് രഹിത കേരളം എന്ന ലക്ഷ്യം നടപ്പാക്കാനാണ് സർക്കാർ ശ്രമമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി GR അനിൽ പറഞ്ഞു. നാദാപുരം പഞ്ചായത്തിലെ ഇനാര കുടുംബശ്രീ യൂണിറ്റാണ് ഹോട്ടൽ നടത്തുന്നത്. 20 രൂപയ്ക്കാണ് ഹോട്ടലിൽ ഉച്ചയൂണ് നൽകുന്നത്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കോവിഡിന് പിന്നാലെ ഏർപ്പെടുത്തിയ വിലക്കുകളെല്ലാം നീക്കിയ ശേഷമുള്ള ആദ്യത്തെ പൊങ്കാലയാണ് മാർച്ച് 7 നടക്കുക. മഹോത്സവത്തിന് കാപ്പുകെട്ടി തുടക്കം കുറിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇക്കുറി മുൻവർഷങ്ങളെക്കാൾ ജനപങ്കാളിത്തമുണ്ടാകുമെന്നതിനാൽ കൂടുതൽ കരുതൽ നടപടികൾ ആവശ്യമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ നമുക്കെല്ലാം എടുക്കാൻ കഴിയും. 800 വനിതാ പോലീസുകാരുൾപ്പെടെ 3300 പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിക്കും. വിവിധയിടങ്ങളിൽ CCTVകൾ സ്ഥാപിക്കും. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പരിശോധനകളും ബോധവൽക്കരണവും ശക്തമാക്കും. പൊങ്കാലയിൽ ഹരിത പ്രോട്ടോകോൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ശുചിത്വ മിഷനും കോർപ്പറേഷനും മലിനീകരണ നിയന്ത്രണ ബോർഡും സംയുക്തമായി ഉറപ്പാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് സുള്ളിയ കടമ്പയിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ കാട്ടാനയെ പിടികൂടാൻ പോയ ദൌത്യ സംഘത്തിന് നേരെ ആക്രമണം. കൊലയാളി ആനയെ പിടികൂടിയിരുന്നുവെങ്കിലും പ്രദേശത്തെ ആനശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. നാട്ടുകാരുടെ കല്ലേറിൽ 2 പോലീസ് ജീപ്പുകളും വനംവകുപ്പിന്റെ 3 വാഹനങ്ങളും തകർന്നു. ചിട്ടിയിൽ നിക്ഷേപിച്ച പണം സഹകരണ സംഘത്തിൽ നിന്ന് തിരികെ കിട്ടുന്നില്ലെന്ന പരാതിയുമായി ഇടുക്കി കട്ടപ്പന സ്വദേശി. ഇടുക്കി ഡീലേഴ്സ് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച പണമാണ് തിരികെ ലഭിക്കാത്തത്. നേരത്തെയും ഇടുക്കി ഡീലേഴ്സ് സഹകരണ സംഘത്തിനെതിരെ വൻ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇടുക്കി ഡീലേഴ്സ് സഹകരണ സംഘത്തിന്റെ കട്ടപ്പന ശാഖയിൽ 1 ലക്ഷം രൂപയുടെ 20 ചിട്ടികളാണ് വേണുഗോപാലിന് ഉണ്ടായിരുന്നത്. ഇതിൽ 10 ചിട്ടികളുടെ പണം കഴിഞ്ഞ നവംബറിൽ ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയിരുന്നില്ല. എല്ലാ ദിവസവും കളക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4000 ചർച്ചകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ ലാസ്റ്റ് 22 കാശ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് അത് ഒരാഴ്ച താമസമുണ്ട്. ഡിസംബർ ലാസ്റ്റ് പൈസ തന്നെ കണ്ടു. ശരിയാക്കിയിട്ട് സംബന്ധിച്ച് തിരിച്ചു വിട്ടു. ഡിസംബർ 27 നിന്ന് ചേട്ടാ പൈസ ആയിട്ടില്ല, ശരി പറഞ്ഞായി വനസ്ഥലം തിരിച്ചു വിട്ടെന്ന് പറഞ്ഞു. 27 തീയതി കേട്ടപ്പോൾ പൈസ കിട്ടില്ല എന്ന് മനസ്സിലായി. അന്നൂറ് കളക്ഷൻ നിർത്തിച്ചിട്ട് മുമ്പോട്ട് പോയി. ഓരോ ദിവസം വന്ന് 1-2 ദിവസം വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. പൈസ എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അടച്ച പൈസ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇത് നിർത്തി കഴിഞ്ഞപ്പോൾ അടച്ച പൈസ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അടച്ച പൈസ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ചിട്ടിലേക്ക് കയറിപ്പോയി എടുക്കാൻ പറ്റില്ല എന്ന് പറയും. ചിട്ടി പൈസ തരാം, ചിട്ടി പൈസ തരില്ല. ഇത് നമുക്ക് മുമ്പോട്ട് പോയിക്കൊണ്ട് ഓരോ ദിവസം പോയി നമുക്ക് മുതൽ മുടക്കി പൈസ പലിശ കൊടുക്കേണ്ട അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ 12% പലിശയാണ് FDC ക്യാൻവാസ് ചെയ്തുകൊണ്ടിരുന്നത്. പണം ലഭിക്കാതെ മടങ്ങിപ്പോവില്ല എന്ന നിലപാടിലായിരുന്നു വേണുഗോപാൽ. പിന്നീട് പോലീസ് ഇടപെട്ട് അനുനയിപ്പിച്ച് മടക്കി അയക്കുകയായിരുന്നു. നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘത്തിനെതിരെ വൻ അഴിമതി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. മുൻ പ്രസിഡന്റ് 10 ലക്ഷം രൂപ പലരുടെ പേരിൽ വായ്പയെടുത്തെന്നും ജീവനക്കാരൻ 50 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയെന്നുമുള്ള ആരോപണങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പണം നിക്ഷേപിച്ച പലർക്കും മാസങ്ങളായി പലിശ ലഭിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. സഹകരണ സംഘത്തിനെതിരെ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് യുവ കരാറുകാരൻ. ന്യൂസ് 18 ഇടുക്കി. നാടൊന്നിച്ചതോടെ മലപ്പുറം പെരിന്തൽമണ്ണ താലൂക്കിലെ താഴേക്കാട് പഞ്ചായത്ത് അരക്കുപറമ്പ് മാടാമ്പാറയിൽ ഗ്രൗണ്ട് ഒരുങ്ങി. കളിക്കാൻ സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ ഏറെ വിഷമത്തിലായിരുന്നു ഈ നാട്ടുകാർ. 1.5 വർഷം നീണ്ടുനിന്ന പിരിവിലൂടെ കളിസ്ഥലം എന്ന സ്വപ്നം നാട്ടുകാർ യാഥാർത്ഥ്യമാക്കി. പെരിന്തൽമണ്ണ താലൂക്കിലെ താഴേക്കോട് പഞ്ചായത്ത് അരക്കുപറമ്പ് മാടാമ്പാറ നിവാസികൾ ഒന്നിച്ചതോടെ സാധ്യമായത് ഇവരുടെ ഏറെ നാളത്തെ സ്വപ്നമാണ്. പിലാക്കൽ ഗ്രൗണ്ട് എന്ന പഴയ കളിസ്ഥലം നഷ്ടമായതോടെ ഇവർക്ക് കളിക്കാൻ ഇടമില്ലാതായി. തുടർന്ന് നാട്ടുകാർ ഒരുമിച്ചിറങ്ങി. കളിസ്ഥലത്തിനായി 2021 നവംബറിൽ മാടാമ്പാറ കൂട്ടായ്മ എന്ന പേരിൽ കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദേശം 150ഓളം വീടുകളെ അംഗങ്ങളായി ചേർത്തു. പ്രവാസി സുഹൃത്തുക്കളും കൂടെ ഒരുമിച്ചതോടെ ഏകദേശം 40 ലക്ഷം രൂപയോളം എത്തിക്കാൻ കഴിഞ്ഞു. സ്വന്തമായ ഒരു ബാങ്ക് അക്കൗണ്ടും തുടങ്ങി. 3-4 ഘട്ടങ്ങളിലായിട്ടാണ് ഓരോരുത്തരിൽ നിന്നും ഇത്തരത്തിൽ വരിസംഖ്യ പിരിച്ചെടുത്തത്. കമ്മിറ്റി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ഓരോ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് യോഗങ്ങളും ചേർന്നിരുന്നു. മാടാമ്പാറ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൗണ്ട് അവരുടെ ഒരു ചിരകാല സ്വപ്നം കൂടിയാണ്.
ഏകദേശം ഒരു 10-50 വർഷത്തിന് മുകളിലായിട്ട് നമ്മളീ കാണുന്ന ഒരു 100 മീറ്റർ അപ്പുറത്ത് നമുക്ക് പ്രൈവറ്റായ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഏകദേശം ഞങ്ങളെ കുട്ടിക്കാലം മുതലേ ഞങ്ങളവിടെ കളിച്ച് വളർന്നവരാണ്. പക്ഷേ അടുത്ത കാലത്തായിട്ട് ഞങ്ങൾക്ക് ആ ഗ്രൗണ്ട് നഷ്ടപ്പെട്ടപ്പോൾ വളരെയധികം ഒരു പ്രയാസം ഇവിടുത്തെ കാരണവന്മാരിലും ചെറുപ്പക്കാരിലും എല്ലാവരും ആ പ്രയാസം നേരിട്ടപ്പോൾ ഇനി ഇത് എന്ത് വേണം എന്നൊരു രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങളൊരു കൂട്ടായ്മ രൂപവൽക്കരിച്ച് ഇത് പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. പലരും ബാങ്ക് ലോണും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് വരിസംഖ്യ അടച്ചു തീർത്തത്. അങ്ങനെ നാട്ടുകാരുടെ എല്ലാവരുടെയും പരിശ്രമത്തിന്റെ ഫലമായി 1.5 വർഷം കൊണ്ട് നാടിന് സ്വന്തമായി ഒരു കളിസ്ഥലം നിർമ്മിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ് മാടാമ്പാറയിലെ ജനങ്ങൾ. 64 സെന്റ് ഭൂമിയാണ് ഇവർ വാങ്ങിയത്. ഗ്രൗണ്ട് ഉദ്ഘാടനം പെരിന്തൽമണ്ണ CI അലവി നിർവഹിച്ചു. ന്യൂസ് 18 തിരൂർ. പത്തനംതിട്ട മഞ്ഞത്തോട് ആദിവാസി ഉരുൾ ആദിവാസി സംഗമം സംഘടിപ്പിച്ചു. ആദിവാസി ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശബരിമല പൂങ്കാവനത്തിലെ ആദിവാസികൾ നേരിടുന്ന ആത്മീയത, വൈദ്യം, ഭാഷ, ഭൂപ്രശ്നം, ദാരിദ്ര്യം തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റിയും പരിഹാരമാർഗങ്ങളെപ്പറ്റിയും ആലോചിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദിവാസി ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപി സംഗമം ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചിത്ര നിലമ്പൂർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ചടങ്ങിൽ തങ്കമണി അടിച്ചിപ്പുഴ അധ്യക്ഷത വഹിച്ചു. കാർഷിക കേരളം. കോൺ കൃഷിയിൽ 100 മേനി വിളയിച്ച് കർഷകൻ. വാഗമൺ സ്വദേശി ഭാഗ്യരാജാണ് കോൺ കൃഷിയിൽ വിജയഗാഥ രചിക്കുന്നത്. വീട്ടിലെ മുറിയിൽ ചെറിയ രീതിയിൽ നടത്തിയ കൃഷി വിജയമായതോടെ കോൺ കൃഷി വിപുലമാക്കുകയായിരുന്നു ഇദ്ദേഹം. മേസ്തിരി ജോലിക്കാരനായിരുന്ന ഭാഗ്യരാജ് കൂൺ കൃഷിക്ക് മുറി നിർമ്മിക്കുമ്പോഴാണ് കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചത്. തുടർന്ന് കൂൺ കൃഷിയിൽ വിദഗ്ധരായവരെ സമീപിച്ച് കൃഷിരീതി പഠിച്ചു. കൃഷി ചെയ്ത ഭാഗ്യരാജിന് പിഴച്ചില്ല. ഉപജീവന മാർഗമായി ഇത് മാറ്റി. ഇന്ന് ഭാഗ്യരാജിന്റെ കൂൺ വളർത്തൽ കേന്ദ്രം ഒരു പരീക്ഷണശാലയും പരിശീലന കേന്ദ്രവും കൂടിയാണ്. ബഡിൽ വിത്ത് പാകിയ ശേഷം 21 ദിവസം കഴിയുമ്പോൾ വിളവെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് കൃഷി. ദിവസവും 25 കിലോയോളം കൂൺ വിൽപ്പനയ്ക്ക് പാകമാകുന്നുണ്ട്. ആദ്യം വിപണനത്തിന് ബുദ്ധിമുട്ട് നേരിട്ടെങ്കിലും ഇന്ന് കൂണിന് ആവശ്യക്കാർ ഏറെയാണ്. ഈ കൂൺ കൃഷി തുടങ്ങിയ പിന്നെയാണ് ഞങ്ങൾ ഈ കാണുന്ന മൊത്തം ഞങ്ങൾ കൂൺ കൃഷിയിൽ നിന്ന് തന്നെയാണ് വന്നത്. അതിപ്പം ഞങ്ങൾ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പണി മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ല. കൃഷിയാണ് നമുക്ക് മെയിൻ. സ്വന്തമായി വിത്ത് ഉൽപ്പാദിപ്പിച്ചാണ് കൂൺ ഉൽപാദനം. കൂണിന്റെ വിത്തും ബഡും ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നുമുണ്ട്. നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ കൂൺ കൃഷി വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് ഭാഗ്യരാജിന്റെ പക്ഷം. ഭാര്യ മഞ്ജുളയും കൂൺ കൃഷിക്ക് പൂർണ്ണ പിന്തുണയും സഹായവും നൽകി ഒപ്പമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.